എല്ലാവർക്കും നമസ്കാരം. സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനമാച്ചു. സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും ക്ലബ്ബ് പ്രവർത്തനങ്ങളിലെ നിസ്സീമമായ കർമ്മശേഷിയും കൊണ്ട് നമ്മുടെയെല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരി അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത, അല്ലെങ്കിൽ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ പര്യായം എന്നു തന്നെ പറയാവുന്ന ഒരു മഹാമനസ്കനാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ക്ലബിൻ്റെ ആരംഭകാലം മുതൽ ഒരു സജീവ പ്രവർത്തകനായി, നിർവാഹ സമിതി അംഗം മുതൽ ട്രഷററും സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒടുവിൽ രക്ഷാധികാരിയുമായി ക്ലബിൻ്റെ ഭരണഘടന രൂപീകരിക്കുന്നതിലും കോപ്പുകൾ സമാഹരിക്കുന്നതിലും സോവിനിയർ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ നേതൃത്വം നൽകുന്നതിലും വരെ ക്രിയാത്മകമായി അദ്ദേഹം പ്രവർത്തിച്ചു. ക്ലബിനു വേണ്ടി നിലകൊണ്ട ആ കർമ്മധീരത ക്ലബിനും കഥകളി ലോകത്തിനും സർവോപരി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. സി കെ എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ആ ആജാനുബാഹുവായ വ്യക്തിത്വം തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ക്ഷേമത്തിനായി നിലകൊണ്ടുകൊണ്ട് കഴിഞ്ഞ മാസത്തെ പ്രതിമാസ കളിയുടെ വാർത്തകൾ പോലും അച്ചടി മാധ്യമങ്ങളിൽ എത്തിക്കുവാൻ കാണിച്ച ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുടെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൻ്റെ കർമ്മരംഗത്ത് വ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ അരങ്ങൊഴിഞ്ഞ ആ ജീവിതം നമുക്കെന്നും ഒരു മാതൃകയായിരിക്കും. നിയമരംഗത്തും സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. തൃശ്ശൂർ ബാറിലെ അഭിഭാഷകനായി തിളങ്ങിയതും ധനലക്ഷ്മി ബാങ്ക് ഡയറക്ടറായി പ്രവർത്തിച്ചതും 31 വർഷത്തോളം നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ മാനേജറായി സേവനമനുഷ്ഠിച്ചതും ക്ഷേത്ര പുനരുദ്ധാരണങ്ങൾക്ക് മുൻകൈയെടുത്തതുമെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്രകളാണ്. ഇക്കഴിഞ്ഞ നവതി പ്രണാമത്തിലൂടെ നമ്മൾ ആഘോഷിച്ച അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാളിലെ സന്തോഷം ഇപ്പോഴും മനസ്സിലുണ്ട്. ആ സ്മരണകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് കഥകളി ക്ലബിൻ്റെയും എൻ്റെയും ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിലൂടെ നമ്മുടെ യാത്ര തുടരാം. ഞാൻ ഒരു 1969-70 കാലഘട്ടം മുതൽ അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിനെ കണ്ടിട്ടുണ്ട്. അന്ന് വലിയ പരിചയമൊന്നുമില്ല. അവിടെ നിന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഥകളിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒടുവ് കാണുന്ന വരെ അന്നും ഒക്കെ ഒരുപോലെ തന്നെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും. അതുപോലെ കഥകളി ഇരുന്ന് കാണാത്ത ഒരാളോട് ഇങ്ങനെ നടക്കലായിരിക്കും അധികം ഉണ്ടാവാറ്. അന്ന് തന്നെ ശ്രദ്ധിച്ചിരുന്നതാണ്. പക്ഷെ വളരെ അടുത്ത് ഇടപഴകിയത് 2015 മുതലാണ്. 2015 കഥകളി ക്ലബിൻ്റെ 50-ാം വാർഷികത്തോട് ചേർന്ന് ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായി. ആ സമയത്താണ് ഞാൻ സെക്രട്ടറി ആവേണ്ട വന്നത്. അപ്പോൾ ഞാൻ സെക്രട്ടറി ആവുന്നതിന് ഒരു പ്രധാന കാരണം സി കെയും കൂടിയായിരുന്നു. സി കെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടാണ്. സി കെ അന്നാണ് ആദ്യമായിട്ട് കഥകളി ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആവുന്നു. അതിനു മുമ്പ് പ്രസിഡൻ്റ് ആയിരുന്നില്ല സി കെ. അന്ന് മുതലുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കുറച്ചധികം കാലം, കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഈ 2015 മുമ്പ് തന്നെ ഞാൻ കമ്മിറ്റിയിൽ വന്നപ്പോൾ പരിചയവും സംസാരിക്കാറ്. 2015 മുതലും വളരെ അടുത്ത് ഇടപഴകിയത്. മിക്കവാറും എല്ലാ ദിവസങ്ങളും വിളിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് ആ ദിവസേനയുള്ള വിളി കുറഞ്ഞത്. അല്ലെങ്കിൽ ദിവസേന വിളിക്കും, പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിമൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് യാത്രകളും ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കഥകളി ക്ലബിൻ്റെ സോവനിയറിൻ്റെ പിരിവിന് വേണ്ടിയിട്ട് കോട്ടയ്ക്കലേക്കുള്ളൊരു പോക്കൊക്കെ എപ്പോഴും ഒരു രസകരമായുള്ള അനുഭവമായിരുന്നു. ഇവിടുന്ന് പോവും, ആദ്യം കുന്നംകുളത്ത് ചെല്ലും, അവിടെ നിന്ന് തുടങ്ങും ഞങ്ങൾ പറയെടുക്കുന്നത്. പിന്നെ അങ്ങനെ പോയി ഇവിടെ പൂമുള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ പോവും. അങ്ങനെ കുറേ വീടുകളിൽ പോയി കോട്ടയ്ക്കൽ അവസാനിക്കും. കോട്ടയ്ക്കൽ എപ്പോൾ ചെന്നാലും ഇദ്ദേഹം ഇല്ലാണ്ട് ചെന്നാൽ അന്ന് പി കെ വാര് ചോദിക്കും, നമ്പൂതിരിപ്പാടി ഇല്ലേന്ന് ചോദിക്കുമായിരുന്നു. കാരണം തൃശ്ശൂർ കഥകളി ക്ലബിനെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് അസോസിയേറ്റ് ചെയ്തിരുന്നത് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിനാണ് അവർ എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ ഈ പിരിവിൻ്റെ കഥകളി ക്ലബിൻ്റെ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എവിടെ പോകാനോ ആരെ കാണാനൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. പിരിവ് ചോദിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ നിലയൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ ചിറ്റൂർ മനക്കലെ ഏറ്റവും മൂത്ത അംഗമാണ്. അവിടെ ചിറ്റൂർ മനക്കലെ തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എനിക്ക് വേണം കുറേ അവകാശങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ മുമ്പൊക്കെ
കോഴിക്കോട് സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ചയ്ക്കൊക്കെ അവകാശമുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആ ധാരണയൊന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും വളരെ ലാളിത്യം പുലർത്തിയിരുന്ന, വളരെ വിനയാന്വിതനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ മുഴുവൻ, കഥകളി ക്ലബ്ബിലേക്ക് വരുന്ന ആൾക്കാരെ മുഴുവൻ സ്വീകരിച്ചിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതല പോലെയായിരുന്നു അവസാനം വരെ ചെയ്തിരുന്നത്. ഒരു സംശയം ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷപൂർണ്ണം സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഓർമ്മകൾ എഴുതിയത് മുഴുവനായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി അത് മാത്രമേ ഒരു പണി അപൂർണ്ണം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ അടുക്കും ചിട്ടയോടുകൂടി ചെയ്തിരുന്നു. ഒരിക്കലും വയ്യ അല്ലെങ്കിൽ മടി എന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാറില്ല. എല്ലാ സമയത്തും വളരെ ഉത്സുകനാണ് എല്ലാ കാര്യത്തിനും. എവിടെ പോകാനും ചെന്ന് ചോദിക്കാനൊക്കെ ആയിട്ട് ക്ലബിന് വേണ്ടി ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ ജീവവായുവായിരുന്നു. എല്ലാ സമയത്തും എവിടെ പോകുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ക്ലബ്ബാണ് മനസ്സിൽ അദ്ദേഹത്തിനുള്ള കഥകളി ക്ലബ്ബ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ നഷ്ടപ്പെടാൻ ചെയ്ത് നമുക്ക് വല്ലാണ്ട് തീരാ നഷ്ടം തന്നെയാണ്. പിന്നെ ഇത് അനിവാര്യമാണ്. ഇത്തരം ഈ പ്രായക്കായി അദ്ദേഹത്തിന് കിടന്ന് വളരെ സൗഖ്യമായ രീതിയിൽ ഒരു അനായാസേനയുള്ള മരണം അദ്ദേഹത്തിന് കിട്ടി. അതിൻ്റെ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അങ്ങനെ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചില കാര്യങ്ങൾക്കൊക്കെ ഇനി ഒരു റെഡി റെക്കണറിന് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ കയ്യിലെ ബാഗ് എടുത്തു. അപ്പോൾ അതിലൊരു കഴിഞ്ഞ ഈ 61 കൊല്ലത്തെ കഥകളിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ആരാണ് അവതരിപ്പിച്ചത്, ഏത് ആളായിരുന്നു, എത്ര പ്രാവശ്യം വന്നു, ഏതെങ്കിലും കളി നമ്മൾ അടുത്തുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. മുഴുവൻ നോക്കിക്കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ലീസ്റ്റ് എഴുതി കൊണ്ടുവരും. എന്നൊക്കെ ഏതൊക്കെ നടന്നു, ഏതൊക്കെ നടന്മാരായിരുന്നു ഒക്കെ. എപ്പോഴും അങ്ങനത്തെ റെഡി റെക്കണർ തന്നെയായിരുന്നു അദ്ദേഹം. നമ്മൾ യോഗങ്ങളൊക്കെ ദുഃഖകരം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഒരു സമ്പൂർണ്ണ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമുക്ക് ആശ്വസിക്കാം. നമ്മൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ അദ്ദേഹം നമുക്ക് പകർന്നു തന്ന ഇതിനെ കൊണ്ട് നടക്കുന്ന ഒരു നേതൃത്വത്തിൻ്റെ രീതിയുണ്ട്. അതിൻ്റെ ആ പാതയിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ നമുക്കൊരു കഥകളി ക്ലബ്ബിൻ്റെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥലം, ഒരു ഓഫീസ് ഉണ്ടാവണം, ഒരു തിയേറ്റർ ഉണ്ടാവണം എന്നുള്ളതൊക്കെ. അതന്നെ നമുക്കിനി അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിനൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എന്നോട് വളരെ ഉത്സുകത്തോട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ചോദിക്കും എന്തായി ചോദിച്ചുകൊണ്ടിരിക്കും. ആ സ്ഥലം കിട്ടിയിട്ടും അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാക്കാനൊക്കെ പോയിട്ട് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം അതിൽ തിരുത്താനൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിസ്റ്റർ ദാമോദരനോടൊക്കെ ചോദിച്ച് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ അന്ന് ചില അമെൻമെൻറ്റൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കി. അവരതിങ്ങനെ വളരെ അരിച്ച് പിറക്കി നോക്കും ആ അഗ്രിമെൻ്റ്. അപ്പോൾ അത് സമ്മതിക്കുമായിരുന്നില്ല. പക്ഷെ അതേപോലെ അതുപോലെ എല്ലാ കാര്യത്തിനും ക്ലബിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എവിടെ കിട്ടുന്നു നോക്കി ശ്രമിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പിന്നെ ഓപ്പൺ ഫോറാണ്, എല്ലാവർക്കും വന്ന് സംസാരിക്കാം. ഇന്ന ആൾക്കാർ സംസാരിക്കണം എന്നുള്ളത് അനൗൺസ് ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് മോക്ഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പലരും വന്നിട്ടുണ്ട്. അവരോടൊക്കെ വന്ന് ഇതിൽ പങ്കെടുക്കുന്നതിനും അവരോട് പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് വിജയകുമാർ. ഞാൻ കഥകളി ക്ലബിൻ്റെ ഒരു രക്ഷാധികാരിയാണ്. 92-96 സമയത്ത് തൃശ്ശൂരിലെ ഇൻകം ടാക്സിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യമായി ശ്രീ CK ഇവരെ ഒരിക്കൽ കാണാൻ വരികയും അവരുമായിട്ട് കഥകളി ക്ലബ്ബുമായിട്ട് ചെറിയ ഒരു സഹകരണമൊക്കെ വേണമെന്നൊരു നമ്പ്യാരൻ്റെ അയൽവാസിയായിരുന്നു, കൂടുതൽ അറിയാമായിരുന്നു. അങ്ങനെ അന്ന് മുതൽ അദ്ദേഹവുമായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ട്, പലപ്പോഴും സംസാരിക്കാറുമുണ്ട്. പിന്നെ കുറേ നാൾ ഞാനിവിടുന്ന് ട്രാൻസ്ഫറായി പോയ ശേഷം ബന്ധമില്ല. പിന്നെ തിരിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം വന്നപ്പോൾ വീണ്ടും CKയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. രാധാകൃഷ്ണനും പ്രശാന്തും പറഞ്ഞ പോലെ ഈ സിനോണിമസ് വിത്ത് തൃശ്ശൂർ കഥകളി ക്ലബ്ബ്. അതായത് തൃശ്ശൂർ കഥകളി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ആദ്യം ചോദിക്കുന്ന പേര് ഇപ്പോൾ CK എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു പ്രശസ്തമായ ഒരു കുടുംബത്തിൽ ജനിച്ചു, ഓൾമോസ്റ്റ് ഒരു രാജകുടുംബം എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള ഒരു തലക്കനം അഹങ്കാരം ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇതേ സമയത്ത് കഥകളി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് യോഗം നമ്പൂതിരി വിദ്യാലയത്തിൽ നടക്കുകയായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ് ഇരുന്നിരുന്നത്. അത് ഇന്ന് അതേ സമയത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അനുശോചനം നടത്തേണ്ടി വന്നു എന്നത് വിധി വൈപരീത്യം എന്ന് പറയാൻ സാധിക്കില്ല, ഈശ്വര നിയോഗം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് തീർച്ചയായും അർഹിക്കുന്നതായ മോക്ഷം ലഭിക്കും, വിഷ്ണുപാദത്തിൽ പ്രാപിക്കും. കാരണം ജീവിതത്തിൽ ആരോടും ഹി ഹാസ് നോ മാലിസ് ടു എനിവൺ, ആരോടും എങ്ങനെ ഒരു മാലിസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല.
ഇടയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരാറുണ്ട്, ചെറിയൊരു ചുണ്ടിയുണ്ട്. പക്ഷേ അത് അടുത്ത നിമിഷം തന്നെ ആ ദേഷ്യപ്പെട്ട ആളോട് അത് സമരസപ്പെടാനും അദ്ദേഹം തീർച്ചയായും വളരെ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിയമത്തോട് വളരെയധികം വ്യഗ്രത പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ചില കാര്യങ്ങളൊക്കെ നിയമത്തിനെ വളച്ച് ചെയ്യാം എന്ന് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. സോവനിയറിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു സോവനിയറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു കൊല്ലം തന്നാൽ പിന്നെ എല്ലാ വർഷവും അവരെ വീണ്ടും വീണ്ടും കോൺടാക്റ്റ് ചെയ്ത് അവരിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ അങ്ങേയറ്റം പ്രയത്നിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാവാത്തതെന്ന് പറഞ്ഞാൽ പോലും ചെറിയ വാക്കാണ്. വലിയൊരു നഷ്ടമാണ്, ഒരു വൻ നഷ്ടമാണ്. കഥകളി ക്ലബിനെ സംബന്ധിച്ചും തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒരു അതികായനായിരുന്നു. ഈ വാസ് എ ലെജൻഡറി പേഴ്സൺ. അതോടൊപ്പം ലാളിത്യത്തിൻ്റെ മുഖമുദ്രയാണ്. അപ്പം രാധാകൃഷ്ണനോടൊക്കെ പറയാറുണ്ട്, എത്ര വർഷം മുൻപാണ് അദ്ദേഹം സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ചു, ലോ കോളേജിൽ പഠിച്ചു. അന്നൊക്കെ ഒരു അഡ്വക്കേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും വലിയ അതുപോലെ കഥകളിക്ക് വേണ്ടി ഓൾമോസ്റ്റ് ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം. ആ നിര്യാണത്തിൽ നമുക്ക് ഏവർക്കും അതിയായ ദുഃഖമുണ്ട്, അഗാധമായ ദുഃഖമുണ്ട്. കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം കാണിച്ചു തന്ന ആ പാതയിൽ കൂടി, ആ വഴിയിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാം. കഥകളി ക്ലബിന് അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് ആ ക്ലബിൻ്റെ അന്തസ്സും യശസ്സും ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 80-ാം പിറന്നാളിനും 90-ാം പിറന്നാളിനും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ വിട്ടുപിരിഞ്ഞ അഡ്വക്കേറ്റ് ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വിനീതമായ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കഥകളിയുടെ പരിജ്ഞാനത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ഈ ഞങ്ങളൊക്കെ അച്ഛനെ പിതൃതുല്യനായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാട്. കാരണം എൻ്റെ അച്ഛനും അല്ലെങ്കിൽ മുത്തച്ഛനും ഒരു 4 തലമുറയോളം ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അതിൽ ഒരു അവസാനത്തെ കണ്ണിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറെ ഒരു സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ അഭിമാനം നൽകുന്നൊരു മുഹൂർത്തം. പലപ്പോഴും പല വിശേഷങ്ങൾക്കും ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ള ഒരു ചടങ്ങ് പോലെ ഞങ്ങൾ എന്നും ചെയ്യാറുണ്ട്. അത് ഒരുപക്ഷെ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താ വെച്ചാൽ, പല വിശേഷങ്ങളും വന്ന അച്ഛൻ ചിലപ്പോൾ പറയും, മുത്തച്ഛനും പറയാറുണ്ട്, ചുറ്റൂർക്ക് എഴുത്ത് അയക്കരുത്, നമ്മൾ നേരിട്ട് പോയി ക്ഷണിക്കണം, എഴുത്ത് കൊടുത്തതിന് ശരിയല്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നേരിട്ട് പോയി ക്ഷണിക്കാന്നാണ് പതിവ്. അത് കഴിഞ്ഞാലും പിന്നീട് അച്ഛൻ വിളിച്ചു പറയാം, നാരായണൻ നമ്പൂതിരി നേരത്തെ വരില്ലേ, ഇവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ വിശേഷങ്ങളൊക്കെ വന്നാൽ അപ്പോൾ അച്ഛൻ പറയും, നമ്പൂരി ഞാനൊന്ന് അങ്ങോട്ട് നീങ്ങാണ്, താഴേക്ക് പോവാണ്, ഇവിടെ ഉണ്ടാവില്ല, ആരെങ്കിലും വന്നാൽ നമ്പൂരി എല്ലാവരെയും കാണുമല്ലോ എന്ന് വെച്ചാൽ കാണും എന്ന് പറയും. കാരണം അദ്ദേഹം അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ടാണ് അദ്ദേഹം വരുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ട ഒരു ഗുണമാണെന്ന് പറയാതിരിക്കാൻ ഒരിക്കലും നിവൃത്തിയില്ല. അങ്ങനെ അതേപോലെ തന്നെയാണ് അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ ഇപ്പോൾ പറയുന്ന പോലെ ഞങ്ങളുടെ ധനലക്ഷ്മി ബാങ്കിൽ അദ്ദേഹം ഒരു ലീഗൽ അഡ്വൈസറായിരുന്നു. ആ സമയത്ത് സംഭവം ഉണ്ടായി. അന്ന് ഞങ്ങളുടെ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് തന്നെയായിരുന്നു. അപ്പം അന്ന് അവിടെ ഒരു ലോൺ എടുക്കേണ്ട ഒരു കാര്യത്തിന് ബാങ്കിൽ അവർ വന്നു അച്ഛൻ കൊണ്ട് ഒപ്പിടാൻ. അച്ഛൻ പറഞ്ഞു 2 പേപ്പർ കാണിച്ചു, അത് ഒപ്പിടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ബാങ്കുകാർ പറഞ്ഞു, അല്ല അത് ഒപ്പിടാൻ നിവൃത്തിയില്ല എന്ന് അവരും പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാരായണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം അച്ഛനെ വിളിച്ചു, ഞാനൊന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ വിശേഷം? അല്ല എൻ്റെ സ്വന്തം ആവശ്യമോ എന്ന് ചോദിച്ചു. അല്ല ഈ സോവനീറിൻ്റെ ആവശ്യം വെച്ചാൽ നമ്പൂതിരി അതിനായിട്ട് വരണ്ട, ഞാൻ തൃശ്ശൂർ എത്തിക്കാം, അതിൻ്റെ മാറ്ററൊക്കെ എത്തിക്കാം എന്ന് പറഞ്ഞു. അതല്ല പേഴ്സണലായിട്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ വരികയും അപ്പോൾ അദ്ദേഹം അച്ഛനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ 1-2 പേപ്പറിന് അത് സൈൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് വേണമെന്നൊക്കെ. അച്ഛൻ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിവിടെ അഡ്വൈസ് അടിക്കും മോസിന് വിരോധമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല,
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്നേഹ വായ്പിന് മുമ്പിൽ അച്ഛൻ എവിടെ ഒപ്പിടേണ്ട നമ്പൂരി എന്ന് ചോദിച്ചു. അതിനെ അദ്ദേഹം കാണിച്ചെന്തെങ്കിലും ഒപ്പിട്ട് ആ പേപ്പർ തിരിച്ചു കൊടുത്തയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ധനലക്ഷ്മി ബാങ്കും വൈദ്യുരത്നമായിട്ട് അസ്വരസം ഉണ്ടാവാം, അതെനിക്ക് കുഴപ്പമില്ല, പക്ഷേ ചിറ്റൂർ നമ്പൂരിയും ഞാനായിട്ടൊരു പോറൽ പോലും ആ ബന്ധത്തിന് ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ എവിടെ നമ്പൂരി വാങ്ങിച്ച് ഒപ്പിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും അതാണ് ആ ഞങ്ങളുടെ കുടുംബവും അദ്ദേഹം തമ്മിലുള്ള ബന്ധം. അതൊരിക്കലും ഇന്നും മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പിന്നെ അന്ന് ഒരിക്കൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എല്ലാ കൊല്ലവും ഈ അഡ്വർടൈസ്മെൻറ്റ് മേടിക്കാൻ വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്പൂരി എന്തിനാ എല്ലാ കൊല്ലവും അങ്ങനെ വരുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ എല്ലാ കൊല്ലം എന്തിനായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, കഥകളി ക്ലബിൻ്റെ എന്ത് ആവശ്യം അവിടുന്ന് പറഞ്ഞാലും എന്താ വെച്ചാൽ കൊടുക്കും, അതൊരു ഓർഡറാണെങ്കിൽ അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയണ്ടായി. ഇതൊക്കെ എനിക്ക് തോന്നിയുള്ള അനുഭവമാണ്. ഈയിടെ ഞാൻ വേറൊരു വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഏകദേശം വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഒളപ്പമണ്ണ ഇല്ലത്ത് വെച്ചൊരു പുരസ്കാര സമർപ്പണം ഉണ്ടായിരുന്നു. അന്നത് MT വാസുദേവൻ നായർക്കായിരുന്നു ആ പുരസ്കാരം. അപ്പം അന്ന് എല്ലാവരും ആ വേദിയിൽ നിന്ന് വിളക്ക് കൊളുത്തുമ്പോൾ ഇദ്ദേഹം മാത്രം MT വാസുദേവൻ നായർ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ശാരീരികമായിട്ട് എണീക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പറഞ്ഞു. അപ്പോൾ അന്ന് അതിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം ആ സ്റ്റേജ് കൺട്രോൾ ചെയ്യുന്നതും നമ്പൂരിപ്പാടായിരുന്നു, നാരായണൻ നമ്പൂരിപ്പാടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ആ കുടിവിളക്ക് എടുത്തിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, കുടിവിളക്ക് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, MT വരൂ ഈ വിളക്കൊന്ന് കൊളുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ പൊതുവെ ശുണ്ഠിക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം MT വാസുദേവൻ നായർ. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആജ്ഞയ്ക്ക് മുമ്പിൽ, ആ സ്നേഹമായിട്ടുള്ള വാക്കുകൾക്ക് മുമ്പിൽ അദ്ദേഹം വന്ന് വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിന് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യങ്ങൾ. കൂടുതൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതെന്നറിയില്ല. പിന്നെ നമുക്ക് പറയാനുള്ള, അദ്ദേഹം സ്വന്തം ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് കേട്ടു. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹം പറയാൻ കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും എനിക്ക് നമുക്കൊക്കെ ഓർക്കാനുള്ളത്, അന്ന് ആ ഹൈദരാലിയുടെ ഒരു കളക്ടറേറ്റിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപനം. അന്നൊക്കെ പലരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതിനു വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ അതൊക്കെ സാർത്ഥകമാകാൻ ഇപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. അത് സാർത്ഥകമാക്കാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ പറഞ്ഞതുപോലെ ഈ സമയത്ത് നമ്പൂതിരി വിദ്യാലയത്തിലെ ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് കൂടിയ സമയത്ത് ഇങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ച ഇതുപോലൊരു വേദിയിൽ വരണം എന്നൊരിക്കലും വിചാരിച്ചതല്ല. എല്ലാ മരണങ്ങളും ഒരർത്ഥത്തിൽ യാദൃച്ഛികമാണെങ്കിലും ഇതാ യാദൃച്ഛികതയിൽ തന്നെ മറ്റൊരു യാദൃച്ഛികതയാണ്. സ്വന്തം ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുക, താൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്നും മടങ്ങിപ്പോവുക. 90-ാം പിറന്നാൾ ആഘോഷിച്ചു. അതിനുശേഷം ആ തൻ്റെ നവതിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഏറ്റവും ഒരു ജൂനിയറായ കലാകാരന് ഒരു സമ്മാനം, ഒരു അവാർഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്ന, അത് പൂർത്തീകരിച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു സ്ഥലം, സ്വന്തമായൊരു സ്ഥലം, അതിന് തറക്കല്ലിട്ടത് കണ്ടു. ഇങ്ങനെ താൻ ജീവശ്വാസമായി കരുതിപ്പോകുന്ന കഥകളി ക്ലബിൻ്റെ ഓരോ ചുവടുവെപ്പും അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അത് അനുഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ്. ഇത്രയും സാർത്ഥകമായൊരു ജീവിതം മറ്റാർക്കുണ്ടാവും? സാധാരണ നമ്മൾ പറയാറുണ്ട്, അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ തൻ്റെ കയ്യൊപ്പ്, തൻ്റെ മുദ്ര ഈ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ചാർത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട്ടുപോകാൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. അത് സാധിച്ചു CK നാരായണൻ നമ്പൂതിരിപ്പാടിന് എന്നുള്ളത് തന്നെയാണ് ഞാൻ വക്കീലെ എന്ന് വിളിക്കാറുള്ള CK നാരായണൻ നമ്പൂതിരിപ്പാടിന് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
ഏറ്റവും ദുഃഖത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി എന്നെ കാണുമ്പോഴൊക്കെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറയാറുണ്ട്. പക്ഷേ എന്നോട് എനിക്ക് ഓരോരുത്തർക്കും തോന്നും അവരോടാണ് കൂടുതൽ അടുപ്പെന്ന്. അങ്ങനെ സ്നേഹത്തോടു കൂടി ഇവിടെ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ശരിക്കും വിചാരിച്ചതാണ്, ആദ്യം ഇങ്ങനെ കാണുന്നത് ആ മുഖമാണ്. അത്രത്തോളം കലാകാരന്മാരോടായാലും കഥകളി ക്ലബിനോട് ഉള്ള ആ പ്രിയം കലാകാരന്മാരിലേക്ക് കൂടി നീളുന്നതാണ്. ആ ഓരോ കഥ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ കഥാപാത്രം ഇറങ്ങി വരുമ്പോഴും അവരെ ചെന്ന് പ്രശംസിച്ച് നന്നായി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ കൃത്യമായി ചിട്ടയോടെ ചെയ്തു പോകുന്ന ഒരാളായിരുന്നു. ഈ ഒരു നഷ്ടം വെറും നഷ്ടമല്ല, നമുക്കൊരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ്. ഇതിനൊരു പകരക്കാരൻ ഇനി കഥകളി ക്ലബ്ബിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്, ഒരു പത്രപ്രവർത്തകനാണ്. 10ാം ക്ലാസ് തൊട്ട് നാട്ടുകാരനായതുകൊണ്ട് തിരുമേനിയെ കണ്ടു തുടങ്ങിയ ഒരാളാണ്. പത്രപ്രവർത്തകർ എല്ലാത്തിനും സാക്ഷികളാണ് എന്നാണ് പറയുക. അപ്പോൾ ജീവിതയാത്രയിൽ തിരുമേനിയുടെ പൊതുപ്രവർത്തനങ്ങൾക്ക് ഞാനൊരു സാക്ഷിയായിരുന്നു. നിങ്ങളെക്കൊക്കെ തിരുമേനിയുടെ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പത്രമാഫീസിൽ കയറി ഇറങ്ങി കഥകളി വാർത്തകൾ കൊടുത്ത ഒരു മുഖമുണ്ടായിരുന്നു. പലരും ഇന്ന് വാട്സപ്പിലും ഇമെയിലിലുമൊക്കെ വാർത്തകൾ അയക്കുമ്പോൾ നേരിട്ട് പത്രമാഫീസുകളിൽ വന്ന് ഇപ്പോഴും 1 മാസം മുമ്പ് വരെ, ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു, എന്നാലും എൻ്റെ സഹപ്രവർത്തകർ പറയാറുള്ളത് ആ ഓഫീസുകളിലെത്തി ആ നോട്ടീസ് കൊടുത്ത് പറ്റുമെങ്കിൽ കഥയുടെ ഒരു സാരാംശവും പറഞ്ഞ് ക്ഷണവും നൽകിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയിരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു വരും. ശ്രീ CK നാരായണൻ നമ്പൂതിരിപ്പാട് ജീവിതത്തിൽ സംസ്കാരമുണ്ട്, ചെറിയൊരു സാഹിത്യമുണ്ട്, കഥകളിയുണ്ട്, കലയുണ്ട്, അഭിഭാഷക വൃത്തിയുണ്ട്, പത്രവായനയുമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഒരുപാട് പത്രങ്ങളിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ അവസാനം ഞാൻ ജോലി ചെയ്തൊരു പത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമായിരുന്നു. ആ രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ട് ആ പത്രം കിട്ടിയില്ലേ തിരുമേനി രാവിലെ വെളുപ്പിന് എന്നെ വിളിക്കും, ഒരു 7 മണിയൊക്കെ ആകുമ്പം, പത്രം കിട്ടിയില്ലല്ലോ. അത് 2 ദിവസം മുടങ്ങിയാൽ അരിശപ്പെടും. ഞാൻ പറഞ്ഞൊരു പത്രവായനയ്ക്ക് എത്രയും പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട് അദ്ദേഹത്തെ എക്കാലവും ഓർക്കുന്നത് കഥകളിയുടെ ആ ഒരു കലയുടെ മേന്മയിൽ കൂടെ മാത്രമാവില്ല, ഒരു ലളിത ജീവിതം നയിച്ച, നാട്ടുകാരെ സ്നേഹിച്ച, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എനിക്ക് എല്ലാവരും അറിയാം. ഒരു കുടയും പിടിച്ച് അയ്യന്തോൾ ഗ്രൗണ്ടിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് അന്ന് അവിടെ കോടതി. ആ കോടതിയിലേക്ക് നടന്നു പോയിരുന്ന, അവിടുന്ന് ബസ്സിൽ മടങ്ങി വന്നിരുന്ന ഒരു അഭിഭാഷകൻ. ഇന്നത്തെ കാലമൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ലളിത ജീവിതം നയിച്ച് വായനാപ്രിയനായിക്കൊണ്ട് കലയെ സ്നേഹിച്ച് എത്ര പേർ മുന്നോട്ട് വരുന്നു എന്നുള്ളതും നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. തിരുമേനിയുടെ ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിലൊരു പച്ചയായി തന്നെ കിടക്കും. എനിക്കൊരു സൗഹൃദം കൂടി ഉണ്ടായിരുന്നു, എന്നെക്കാളും പ്രായത്തിലേറെ ആണെങ്കിൽ പോലും സൗഹൃദം കൂടി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ സുഹൃത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രണാമം അർപ്പിക്കുന്നു. പത്രം കിട്ടിയില്ലല്ലോ എന്ന വിളി എനിക്ക് നിലച്ചിട്ട് 3-4 വർഷങ്ങളായി. പക്ഷേ എൻ്റെ സഹപ്രവർത്തക പറയാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്, ശ്രീകുമാരേട്ട പത്രം കിട്ടിയില്ലെങ്കിൽ എന്ന് പറയാറുണ്ട്. ആ വിളി നിലച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു നാടിൻ്റെ ശബ്ദം, പ്രത്യേകിച്ച് അയ്യന്തോളകാരായ ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൻ്റെ ശബ്ദം നിശ്ചലമായി എന്നൊരു തോന്നൽ കൂടി എനിക്കുണ്ട്. നമസ്കാരം. ഞാൻ ചാൾസ്, തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയാണ്. CK നാരായണൻ നമ്പൂതിരിപ്പാരുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 40 വർഷമായിട്ട് തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ. ഞാൻ കഥകളി ക്ലബിൻ്റെ കമ്മിറ്റിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ CKയും അതുപോലെ തന്നെ കുട്ടേട്ടൻ എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടി മേനോനും എന്നെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നു. പണ്ട് മുമ്പ് ഈ 40 വർഷം എന്ന് പറയുന്നത് 85-86 കാലഘട്ടം തൊട്ട്
ടിക്കറ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ കഥകളി നടത്തിയിരുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഗേറ്റിൻ്റെ അവിടെ ടിക്കറ്റ് മേടിക്കാൻ എന്നെയാണ് നിർത്തുക. അപ്പം ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ചിലർ പുറത്തുനിന്ന് വരുന്നവരുണ്ടാവും, ഈ പാലക്കാട്, ഒറ്റപ്പാലം അങ്ങനെ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരനെ ടിക്കറ്റ് മേടിക്കാതെ ടിക്കറ്റ് എടുക്കാത്തവരെ ഞാൻ കടത്തി വിടും. CK അത് കണ്ടുപിടിച്ച് എന്നെ വഴക്ക് പറയും. അങ്ങനെ കുറേയധികം വഴക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 കൂട്ടരും വക്കീലന്മാരെന്നുള്ള നിലയ്ക്കുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ക്ലബ് കമ്മിറ്റി മീറ്റിങ്ങുകളിൽ എപ്പോഴും ഞങ്ങളുടെ 2 കൂട്ടരും പലപ്പോഴും പല ആശയപരമായിട്ട് പല കാര്യങ്ങളിലും വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ വൈകുന്നേരം തന്നെ തിരിച്ച് വിളിച്ച് പറയും. ഒന്നാലും ഞാൻ വിളിക്കും, അല്ലെങ്കിൽ വക്കീൽ ഇങ്ങോട്ട് വിളിക്കും. ചാൾസാദ് ഇതാണ് കാരണം, അതുകൊണ്ട് അതിൽ വിഷമം തോന്നരുത്. നമുക്ക് വിഷമമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ പലരും ക്ലബ്ബിലെ മറ്റ് കമ്മിറ്റിക്കാർ മുമ്പുള്ളവർ പലരും പറയാറുള്ളത് 2 വക്കീലന്മാർ കൂടി കഴിഞ്ഞാൽ എപ്പോഴും വഴക്കാണ് ക്ലബ്ബിൽ. പക്ഷേ എന്നാലും പല കാര്യങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ കഥകളി ക്ലബിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണെന്നുള്ളത് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. കാരണം ഇത്രയും കുറച്ച് വർഷമായിട്ട് എനിക്കറിയാം കഥകളി ക്ലബ്ബിൽ CK നടത്തിയിരുന്ന ഇടപെടലുകൾ. പ്രത്യേകിച്ച് സോമനീറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് വഴക്കുണ്ടാക്കുന്നത് ക്ലബിൻ്റെ 25ാമത്തെ വാർഷികത്തിൻ്റെ സോമനീറിനാണ്. 25ാമത്തെ വാർഷികത്തിൻ്റെ സോമനീറിലെ മുഖചിത്രം എന്ത് വേണമെന്നുള്ളതായിരുന്നു അന്നത്തെ തർക്കം. അപ്പോൾ നമ്മുടെ ഗണേശ് മാഷായിരുന്നു അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഗണേശ് മാഷിനായിരുന്നു. അങ്ങനെ ഗണേശ് മാഷിനെ സഹായിക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 കൂടി പോയി. അപ്പോൾ CK പറഞ്ഞു, CKക്ക് നിർബന്ധമായിരുന്നു കഥകളി തന്നെ. അതായത് നമ്മൾ സാധാരണ ഈ അവാർഡ് കൊടുക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ആണ് കൊടുക്കുക, ഇതിൻ്റെ സോവനീറിന് കൊടുക്കുന്നത്. പക്ഷേ ആ പ്രാവശ്യം നമ്മൾ അതല്ലാതെ വേറൊരു ഇത് കൊടുത്തു. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഒരു കൊല്ലത്തോളം ഞാൻ കഥകളി ക്ലബ്ബിൽ കളി കാണാൻ പോലും വരാത്തൊരവസ്ഥ വരെ ഉണ്ടായി. പക്ഷെ എന്നാൽ ഇത്രയൊക്കെ ആയാലും CK ആയിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. വളരെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ അടുപ്പവും സ്നേഹവും കാണിച്ചിട്ടുള്ള ആളാണ് CK. വീട്ടുകാരുടെ ദുഃഖത്തിലും ക്ലബിൻ്റെ ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. രവീന്ദ്രനാഥൻ. ഞാൻ മഹാകവി വള്ളത്തോളിൻ്റെ മകൻ്റെ മകനാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്. 12 മണിക്ക് കലാമണ്ഡലം വൈസ് ചാൻസലർ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ നിവർത്തിയില്ലാത്ത കാരണം എന്നോട് ഇതിൽ പങ്കെടുത്ത് അനുശോചനം രേഖപ്പെടുത്തണമെന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 60 വർഷത്തോളം ഈ കഥകളി ക്ലബിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഥകളിയുടെ നിർണായകമായ പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം കഥകളി ക്ലബിനും നമ്മുടെ സാംസ്കാരിക ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. 2021 മുകുന്ദരാജ പുരസ്കാരം നൽകി കലാമണ്ഡലം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. കലാമണ്ഡലത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞങ്ങൾ കലാമണ്ഡലത്തിന് വേണ്ടി എല്ലാ അനുശോചനങ്ങളും അറിയിക്കട്ടെ. അതേപോലെ മഹാകവി വള്ളത്തോളിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും അനുശോചനം രേഖപ്പെടുത്തും. നമസ്കാരം. ഞാൻ തിരുവമ്പാടി ദേവസ്വം പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിലും എല്ലാവിധ കഥകളി പ്രോഗ്രാമായിട്ട് ശ്രീ CK നാരായണൻ നമ്പൂതിരിപ്പാട് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവമ്പാടി തട്ടക നിവാസികളെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രത്യേകം റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ ഇവിടെ വന്ന് ഞങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് തന്ന് നമ്മെ വീട്ടിച്ചെറിഞ്ഞ ആരാധ്യനായ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന തമ്പുരാൻ എന്ന സ്നേഹത്തോടെ വിളിക്കുക. ആ മഹാൻ്റെ വിയോഗത്തിൽ അങ്ങേയറ്റം നമ്മൾ ദുഃഖിതരാണ്. ആ ഒരു വിടവ് നികത്താൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പകരം വയ്ക്കാൻ ആരുമില്ല എന്ന് തന്നെ പറയാം. അത്രയധികം നമുക്കൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും അനുഭവങ്ങളും ബാക്കി വെച്ച് അതിൽ നിന്ന് ആത്മകഥ എഴുതി
മുഴുവനാക്കാൻ പറ്റിയില്ല. ജീവിതത്തോട് വിട പറഞ്ഞു. അപ്പോൾ എന്നോട് ജയ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മരിച്ച സമയത്ത് അവിടെ വന്നപ്പോൾ അച്ഛൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, 45 വർഷത്തോളം താങ്കുളരെ പൂയം നടത്തി, അടുത്ത കൊല്ലം ഞാൻ ഇരിക്കും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടാവും മനസ്സിൽ. പ്രത്യേകിച്ചൊരു ആരോഗ്യ പ്രശ്നമുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, പറഞ്ഞതായിട്ടുമില്ല. പക്ഷേ ഒരുപാട് ഓർമ്മകൾ എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് പറയാൻ. കാരണം ഞാൻ അമ്മാവൻ്റെ കൂടെയാണ് അന്നൊക്കെ താങ്കളൊരു പൂയത്തിനാണ് ഭയമായിട്ട് മേളവും പഞ്ചവാദ്യമൊക്കെ ഉള്ളത്. അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ആ കുഞ്ഞനമ്പൂരിപ്പാടാണ് ഞാൻ അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് മേളകലയെയും അതുപോലെ തന്നെ ഇപ്പോൾ കഥകളിയിൽ അദ്ദേഹം വളരെ അങ്ങേറ്റം സ്നേഹിച്ചൊരു മഹാനാണ് കഥകളിയെ. അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് അറിവ് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മേളകലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ കുട്ടികൾ, നമ്മുടെ അമ്പലങ്ങളിൽ അടിയന്തര സ്ഥലങ്ങൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഉണ്ടാവണം. അവർ ചെയ്യുന്നത് എന്ത് കലയായാലും അത് ആസ്വദിക്കും, മതിമറന്ന് ആസ്വദിക്കും. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അതിനെ വളരെ പ്രശംസിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കുറേ അനുഭവം ഉണ്ട് അങ്ങനെ. അദ്ദേഹത്തിൻ്റെ ചിരി മാത്രമാണ് എനിക്ക് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിരിയാണ്. അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം, ഈ അയ്യന്തോളും മണത്തിട്ട വിഷ്ണുക്ഷേത്രത്തിലെ വിഷു മഹോത്സവം. അപ്പോൾ അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നീ അടുത്ത കൊല്ലം പോയി അത് നടത്തി കൊടുക്കണം, തമ്പുരാൻ വിളിക്കും, അത് നടത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ സമയമായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്ന് ഒരു 10 വർഷത്തിലധികമായിട്ട് ഞാൻ നടത്തിയിട്ടത്. പക്ഷേ അന്ന് മേളം കൊട്ടുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും മേളം കഴിഞ്ഞ് പോരുമ്പോഴൊക്കെയുള്ള അങ്ങോര സ്നേഹം, എത്ര നമ്മളെ പ്രസംഗിച്ചാലും നമ്മൾ സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ ചിരിയാണ് ഞാൻ എപ്പോഴും. ഇപ്പോൾ താങ്കളെ പൂജം കഴിഞ്ഞ് പോയാൽ എൻ്റെ മനസ്സിൽ കുറേ നേരം അദ്ദേഹത്തിൻ്റെ ചിരി മനസ്സിൽ നിൽക്കും. അങ്ങനെ സംസാരിച്ചതും അങ്ങനെ ഒരു ചിരി മറക്കാൻ പറ്റുന്നതാണത്. അങ്ങനെ കുറേ വർഷം നടത്തി എല്ലാ വർഷവും വളരെ സന്തോഷമായിട്ട് പിരിയും, നന്നായി എന്ന് പറയുന്നത് വളരെയധികം പ്രശംസിക്കുകയും ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 വർഷത്തിൽ മേലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൽക്കാലം കമ്മിറ്റിയിൽ നിന്ന് വിരമിച്ചു, അതുകൊണ്ട് വേറെ പരിപാടി ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ, ഇനിയിപ്പോൾ ഈ കമ്മിറ്റിക്കാർ വിളിക്കുക വെച്ചാൽ നടത്തിക്കോളൂ, അടുത്ത കമ്മിറ്റി. അങ്ങനെ അനുഭവങ്ങൾ. അതുപോലെ തന്നെ ഞാൻ കുട്ടിക്കാലത്ത് യൂത്ത് സ്കൂൾ ഫെസ്റ്റിവൽ എല്ലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രൈസ് കിട്ടിയാലും അതുപോലെ തന്നെ അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പഞ്ചവാദ്യം, ചെറിയ പഞ്ചവാദ്യമൊക്കെ 10 പേരുടെ പഞ്ചവാദ്യമൊക്കെ അത്യാവശ്യങ്ങൾക്ക് ചടങ്ങുകൾക്കൊക്കെ ചെയ്യാറുമ്പോഴും ഇദ്ദേഹം മുമ്പിലുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ വളരെയധികം നമുക്ക് ഒരു പ്രത്യേക എനർജി ആ വാക്കുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്, അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതുപോലെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ ചാത്തകുളം ശാസ്താവിൻ്റെ നടവഴിയിൽ മേളം തുടങ്ങാൻ നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെ വന്നു നിന്നു. ഞാൻ വേഗം അടുത്തേക്കായിരുന്നു, ചിരിച്ചു. അപ്പോൾ കുറേ മേളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മേളം തുടങ്ങി പോയി. അതുപോലെ തന്നെ ഇപ്പോൾ താങ്ങണവരെ പൂയം എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം തലേ ദിവസം ഉച്ചയോടുകൂടി മനക്കിലെത്തും, താങ്ങണവർ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം തൊട്ടുള്ള ചടങ്ങുകൾ അദ്ദേഹം അവിടെ ഉണ്ടാവും. അതെങ്ങനെ വേണമെന്നുള്ളത് എല്ലാവരെയും പറഞ്ഞ് നടത്താനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനാണ്. അങ്ങനെ ആരോഗ്യം നോക്കാറില്ല. അപ്പോൾ മില്ലത്ത് പോയി കാപ്പുടിക്കാൻ അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീണ്ടും വരും. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുകയും അവരെ കൊണ്ട് നടത്തിക്കുകയും അതിൽ സന്തോഷിക്കുകയും അവിടെ വരുന്ന കലാകാരന്മാരായിക്കോട്ടെ, അമ്പലത്തിൽ ജീവനക്കാരായിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ പെരുമാറി അവർക്ക് സന്തോഷം പകരുന്ന ഒരു മഹാനായ ഒരു വ്യക്തിത്വമാണ് CK നായർ പൊന്നിപ്പാട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ എങ്കിലും അത് അദ്ദേഹം നമുക്കിനി അത് ഓർമ്മയിൽ മാത്രമായി എന്നുള്ളത് നമുക്കൊക്കെ ഒരു വലിയ ദുഃഖം ആണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹം ആ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊരു സന്തോഷം, ഒരു അംഗീകാരം വേറെ തന്നെയാണ്.
അതുപോലെ അച്ഛന് പല്ലാവൂർ പുരസ്കാരം കിട്ടിയപ്പോൾ ആ വർഷം അച്ഛൻ ഒരു 4 കാല അച്ഛൻ പ്രമാണം ഉണ്ടായിട്ടുണ്ട് പൂയത്തിന്. അപ്പോൾ അദ്ദേഹം മേള കലാചാര്യൻ എന്ന് പറഞ്ഞ് ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ അച്ഛനെ ആദരിച്ചു. അങ്ങനെ ഒട്ടേറെ നല്ല സംഭവങ്ങളുണ്ട്. അക്കാഡമി അവാർഡ് കിട്ടുന്നതിന് മുമ്പാ തോന്നുന്നു എനിക്ക് വാദ്യശ്രീപതി എന്ന് പറഞ്ഞാൽ 1-2 തവണ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വലിയ പുരസ്കാരം കിട്ടാൻ ഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ ഒട്ടേറെ നല്ല അനുഭവങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ ഓർക്കാൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി പുരസ്കാരം ഒക്കെ ഏർപ്പെടുത്തി നമുക്ക് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ കർമ്മരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും കലാകാരമുള്ള അടുപ്പും കാത്തു സൂക്ഷിക്കുന്ന ഒരു അതിന് വേണ്ടിയിട്ടായിട്ട് ഒരു പുരസ്കാരമൊക്കെ ഏർപ്പെടുത്തുകയാണ് വേണ്ടത് എന്നെൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. എന്തായാലും ഇതിൽ ഈ മഹനീയമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. നമ്മുടെ കുടുംബമായിട്ടുള്ള അടുപ്പം എല്ലാവർക്കും അറിയാം. മുത്തമ്മാൻ തൊട്ട് എനിക്ക് ഓർമ്മ, മുത്തമ്മാൻ തൊട്ടില്ല, അപ്പുമാൻ തൊട്ട്. മുത്തമ്മാൻ ഉള്ളപ്പോഴും അപ്പുമാനായിട്ടും അച്ഛൻ 4 കൊല്ലം കൂട്ടിയപ്പോഴൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതല്ല തായങ്കുളരെ എല്ലാ വിശേഷങ്ങൾക്കും. പിന്നെ അത് മാത്രമല്ല, തായങ്കുളരയായാലും പെരുവനത്തായാലും മേക്കായാലും കൊമറഞ്ചിറയായാലും ഒക്കെ അദ്ദേഹം എന്താവശ്യമുണ്ടെങ്കിലും അവിടെ മുൻപന്തിയിലുണ്ടാവും. പിന്നെ ആ കലശം നടന്നപ്പോൾ തായങ്കുളരെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ നവീകരണോത്സവത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അദ്ദേഹം മുൻകൈ എടുത്തത് വളരെ ഗംഭീരമാക്കി അത് നടത്താൻ സാധിച്ചു. അതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പാതാരബന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഏകദേശം 1978 മുതലുള്ള ബന്ധമാണ് ഞാൻ വക്കീലുമായിട്ട്. അപ്പോൾ വക്കീൽ അസോസിയേഷനിലെ ഞാൻ കാണുമ്പോൾ സ്ഥിരം ട്രഷറാണ് അവിടുത്തെ. അപ്പോൾ പലർക്കും തോന്നുന്നു എന്ത് സ്ഥിരമായിട്ട് അദ്ദേഹത്തെ എല്ലാവർക്കും അദ്ദേഹം വേണം ട്രഷറായിട്ട്. അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെ ഒരു അംഗീകാരമായിരുന്നത്. പല സ്ഥലത്തും പല പ്രാവശ്യവും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും കുറേ നടക്കുമ്പോൾ ഞങ്ങൾ പറയും, വക്കീലെ ചായ കുടിക്കുക എന്ന് പറയും. അപ്പോൾ പറയും, ചായയൊന്നും ഈ ബാഗ് കണ്ടിട്ട് ആരും ചായ കുടിക്കണ്ട കേട്ടോ എന്ന് പറയും. ഈ ബാഗ് കണ്ടിട്ട് ആരും ചായ കുടിക്കണ്ട, കയ്യിൽ കാശുണ്ടെങ്കിൽ കഴിച്ചോളാം പറയും. അത്ര ഈ കണക്കിൻ്റെ കാര്യത്തിൽ വളരെ കണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുമുതൽ ദുരുപയോഗം ചെയ്തിരുന്നത് പൊതുമുതൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ അദ്ദേഹം ഒരു സാക്ഷ്യപത്രമായിരുന്നു. അതുപോലെ അദ്ദേഹം ഏറ്റെടുത്ത അസോസിയേഷൻ്റെ, ഞാൻ വക്കീൽമാരുടെ അസോസിയേഷൻ്റെ ഭാഗം മാത്രമേ പറയണുള്ളൂ കേട്ടോ. അദ്ദേഹം യാതൊരു മടിയില്ല അദ്ദേഹത്തിന്, യാതൊരു കിട്ടും. ഒരു ദിവസം കാലത്ത് അല്പം തമാശയായിട്ട് തോന്നുന്നു വെച്ചാലും ഒരു ദിവസം കാലത്ത് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു, ശശി മറ്റേ പേര് ഞാൻ പറയണില്ല, കുട്ടനിലൊരു വക്കീലിൻ്റെ ഭാര്യ മരിച്ചു, മദർ ഹോസ്പിറ്റലിലാണ്, അവർ പെട്ടെന്ന് കൊണ്ടുപോകും, വേഗം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അസോസിയേഷൻ്റെ കാര്യമില്ല, കാറും എടുക്കണ്ടേ നമുക്കെന്ന് വെച്ചു. കാറൊന്നും പറ്റില്ല, തൻ്റെ സ്കൂട്ടർ എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ അദ്ദേഹം കയറി. അങ്ങനെ ഞങ്ങൾ മദർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആംബുലൻസൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ബോഡിയൊക്കെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആൾക്കാരൊന്നുമില്ല ഇതുവരെ. അപ്പോൾ എന്നെ വക്കീലും 1-2 പേരും കൂടിയിട്ട് അത് ആംബുലൻസിലൊക്കെ കയറ്റി ഞാനും വക്കീലും കൂടി ആംബുലൻസിൻ്റെ പുറകിൽ വക്കീലിനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ കുട്ടല്ലൂർ പോണ വണ്ടി എങ്ങനെ അയ്യന്തോൾക്ക് തിരിഞ്ഞു അത്. അപ്പോൾ എന്തത്, അപ്പോൾ നോക്കിയപ്പോൾ വക്കീൽ പറഞ്ഞു, എന്താ അയ്യന്തോൾക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായത് ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ല മരിച്ചിട്ടുള്ളത്, വേറെ ആളെ മരിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ വക്കീൽ പറഞ്ഞു, സാരില്ല, അദ്ദേഹം അത് എന്തായാലും ഒരു വക്കീലിൻ്റെ ഭാര്യയല്ലേ, സാരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം ഈ അസോസിയേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ
അവർ വീട്ടിൽ ഇടയ്ക്ക് വക്കീലിൻ്റെ മകൾക്കൊക്കെ അറിയാതെ കാലത്ത് വിളിക്കും, ചേച്ചി ആ വഴിയൂടെ വരുമ്പോൾ വീട്ടിൽ വരുമെന്ന് പറയും. അപ്പോൾ മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. ആൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ പ്രസാദം അവിടെ വെച്ചിട്ടുണ്ടാവും, അത് എടുത്ത് തരും. പിന്നെ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വക്കീലന്മാരെ കുറച്ച് പേരെ നമുക്ക് ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വക്കീലന്മാർ ഞങ്ങൾക്ക് കഥകളിയൊന്നും അറിയില്ല വക്കീലെന്ന് പറഞ്ഞു. അത് കഥകളി അറിയണമെന്ന് വെച്ചാൽ കഥകളി കലാമണ്ഡലത്തിൽ പിടിച്ചവർക്ക് മാത്രമല്ല കഥകളി അറിയേണ്ടത്, അത് കാണാൻ കുറച്ച് പരിപാടിയോ എന്ന് പറയും. അങ്ങനെ വക്കീൽ മുൻപിൽ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വക്കീലും കൂടിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഏകദേശം 30 വക്കീലന്മാർ അന്ന് മെമ്പർമാരെയോടെ വളരെ അതിശയമായിട്ട് എല്ലാവർക്കും. അത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആരും മാറ്റി പറയില്ല, അതുകൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വളരെയധികം അനുഭവങ്ങളുണ്ട് അങ്ങനെ കുറിച്ചിട്ട്, ധാരാളം അനുഭവങ്ങൾ. ഇങ്ങനെ സ്നേഹം വാരിക്കോരി തന്നൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം. ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്കല്ല. അദ്ദേഹത്തിനെ പറ്റി പറയും, അവർ 65 കൊല്ലങ്ങൾക്ക് മുമ്പ് അയ്യന്തോള് ഒരു 6 അടി പൊക്കമുള്ള ഒരാൾ ഒരു കറുത്ത കോട്ടും വെള്ള പാൻറ്റും ഇട്ട് ഒരു കയ്യിൽ ഫയലും മറു കയ്യിൽ ഒരു കുടയും പിടിച്ച്, കറുത്ത കുടയും പിടിച്ച് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് കോടതിയിലേക്ക് നടന്നു വരുന്ന ഒരു രൂപത്തെക്കുറിച്ചൊരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത് അതുപോലെ തന്നെയാണ് അദ്ദേഹം. വൈകുന്നേരം ആകുമ്പോൾ വേറെ കോട്ടൊക്കെ മാറ്റി സാധാരണ ഷർട്ടിട്ട് അപ്പോൾ ഒരു കറുത്ത ബാഗ് ഉണ്ടാവും. ഈ കറുത്ത ബാഗ് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു പേടി സ്വപ്നമാണ്. പലർക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊരാൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, ആ കറുത്ത ബാഗുള്ള ആളാണ് എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ പറയില്ല, അദ്ദേഹം ആ ബാഗിലാണ് കണക്കുകളൊക്കെ. അത് ഈ കണക്കുകൾ കൃത്യമായിരിക്കണം എന്ന് വളരെ നിർബന്ധമുള്ള ഒരാളായിരുന്നു. അത് പലർക്കും ഇഷ്ടപ്പെടില്ല. കുറേ ശത്രുക്കൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ധാരാളം ഉള്ളത്. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ കഥകളി ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോൾ വാസ്തവത്തിൽ അനാഥത്വം തോന്നുന്നു. വാസ്തവത്തിൽ അതായത് ആരും ഇല്ലാത്ത പോലെ അദ്ദേഹത്തെ കാണാതായപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ പേര് KP ബാലകൃഷ്ണ പിഷാരടി. പണ്ഡിതരത്നം KP നാരായണ പിഷാരടിയുടെ നേരം മരുവനാണ്. 2 വിധത്തിലും മരുവനാണ്. ഞാൻ ഇവിടെ നാട്യപ്രിയ സംഘടനയുണ്ട്, സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ കൊല്ലത്തിൽ 1-2 കഥകളിയൊക്കെ നടത്തും. അപ്പോൾ ആ കഥകളി നടത്തേണ്ട സമയത്ത് കഴിഞ്ഞ 80-ാം പിറന്നാളിന് 2 കൊല്ലം മുമ്പേ 3 കൊല്ലം മുമ്പേ 80-ാം പിറന്നാളിന് എൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു കഥകളി നടത്താൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് പറയുള്ളൂ, അദ്ദേഹത്തിൻ്റെ കാരണം എല്ലാവരും വിഷയമില്ല. ആ കഥകളി നടത്താൻ തീരുമാനിച്ചപ്പോൾ കുചേലപുരത്താണ് നടത്തുന്നത്. ഞാൻ തിരുമേനിയോട് പറഞ്ഞു കുചേലപുരത്താണ്. അപ്പോൾ അതിൻ്റെ കഥാസാരം ഒന്ന് അദ്ദേഹത്തിനോട് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത ഒന്നുമില്ല. കഥകളിയെ പറ്റി എന്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ ആ കഥാസാരം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കുചേലപുരത്താണ്. ആരാ കളിക്കണമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഒക്കെ സ്ത്രീകളാണ്. കുചേലനായിട്ട് എൻ്റെ ഭാര്യ തന്നെയാണ് കളിക്കണത്. കുചേലൻ മകളായിട്ട് ശ്രീകൃഷ്ണനായിട്ട് എൻ്റെ മകളുടെ ഭാര്യയുടെ അനിയത്തിയാണ്. ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ മകളാണ്. അങ്ങനെ എല്ലാം എൻ്റെ കുടുംബക്കാരാണ് അഭിനയിക്കുന്നത്. അവരെല്ലാം ധാരാളം കഥകളി കളിക്കുന്നതാണ് കുട്ടിക്കാലം മുതൽക്കന്നെ. അപ്പോൾ അവരാണ് കളിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ കഥാസാരം ഒന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിൽ പോയിട്ട് ധാരാളം പോയിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഞാൻ കഥകളി ആ കഥാസാരം ഒന്ന് തരാം, ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ എളിമയുടെ കാര്യം പറഞ്ഞാണ്. അദ്ദേഹം യാതൊരു പ്രയാസമില്ലാണ്ട് എനിക്കത് കൊണ്ടുവന്ന് തന്നു. ആ കഥാസാരം എനിക്ക് കൊണ്ടുവന്ന് തന്നു. കഥകളി കാണാൻ തന്നെ അദ്ദേഹം ഇവിടെ അയ്യന്തോൾ കാത്യാനി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കഥകളി നടത്തിയത്. അവരെനിക്ക് ചില ഫ്രീ ഇതൊക്കെ തന്നിട്ടുണ്ട്. കാരണം സ്ഥലങ്ങളും ബാക്കി കാര്യങ്ങളും കസേര അതൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് കഥകളി ആർട്ടിസ്റ്റിന് കാര്യമായിട്ട് പൈസ കൊടുക്കണ്ട, ബാക്കിയുള്ള ആൾക്കാർക്ക് ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു വന്ന് കളിയുടെ ഉച്ചയ്ക്ക്. തിരുമേനി ഉണ്ടോ അവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി ഇല്ല, തിരുമേനി ഇന്ന് ഉണ്ടാവില്ല, പെരിന്തൽമണ്ണയ്ക്ക് പോയതാണെന്ന് പറഞ്ഞു. ഫാമിലി സഹിതം പോയതാണ്, മകളും ഇവരെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല എന്ന് പറയണ്ട, അദ്ദേഹം ഉണ്ടാവും, ഉറപ്പാണ്, കഥകളിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹം പെരിന്തൽമണ്ണയിൽ അവരെല്ലാവരും കൂട്ടി കഥകളി സമയത്ത് 5 മണിക്കാണ് കഥകളിക്ക് കാണാൻ വന്നു. കണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഷാരുടി ഞാൻ പോവുകയാണ്, അപ്പോൾ എങ്ങടാ പോണേ, പെരിന്തൽമണ്ണയ്ക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. ഇതിന് വേണ്ടി മാത്രം വന്നതാണ്, കഥകളി കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോകാമെന്ന്, കഴിക്കാനുള്ള ഏർപ്പാട് ഏർപ്പാടുണ്ടായിരുന്നു, വന്നവർക്കൊക്കെ കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്തായിരുന്നു. കഴിച്ചു കഴിഞ്ഞ ശേഷം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആ കഥകളിയോടുള്ള ആ അടുപ്പം അദ്ദേഹം അതിന് മാത്രമായിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന് ഞാൻ വരുന്ന ഉറപ്പ് പറഞ്ഞു. വീട്ടുകാർക്ക് ആ കുട്ടികൾക്ക് മനസ്സിലായില്ല വരുന്നെന്താണുള്ളത്. അവർ വന്നു, കഥകളി കണ്ടുപോയി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ അദ്ദേഹത്തിനോടുള്ള ആ എളിമ അവിടെ പലരും അദ്ദേഹത്തെ പറ്റി നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. നല്ല നല്ല വാക്കുകളെ പറയാനുള്ളൂ, കാരണം വേറെ ഒന്നും അദ്ദേഹത്തെപ്പറ്റി പറയാനില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം മുകുന്ദരാജ അവാർഡ് കിട്ടിയെ പറ്റിയിട്ട് ഇന്ന് കാലത്ത് ഞാൻ പേപ്പറിൽ പൗലോസ് മാഷക്ക്, ഡോക്ടർ പൗലോസ് മാഷക്ക് മുകുന്ദരാജ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം ആലോചിച്ചത് ഈ തിരുമേനിയാണ്. തിരുമേനിക്ക് ഇത് 2-3 കൊല്ലം മുമ്പ് തന്നെ ആ മുകുന്ദരാജ അവാർഡ് കിട്ടിക്കഴിഞ്ഞിരിക്കണം. അപ്പോൾ കഥകളിയുടെ കലാമണ്ഡലത്തിൻ്റെ ആ ആദരവും കൂടിയും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. കലാമണ്ഡലത്തിന് ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ കലാമണ്ഡലത്തിന് പോലും നഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കഥകളിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആൾ, ഇനി കഥകളി ക്ലബിന് ഇവിടെ തന്നെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ആളുണ്ടായാൽ ഭാഗ്യം എത്ര ആളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ 60 വർഷത്തോളം ഈ കഥകളിക്ക് മാത്രമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യൻ ഇവിടെ ഉണ്ടാവുമെന്ന് സംശയമാണ്. പക്ഷേ ഉണ്ടായാൽ നമ്മുടെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അതാണല്ലോ നമുക്ക് ആവശ്യം. അതേപോലെ ഒരാൾ അല്ലെങ്കിൽ അതിലും നല്ലൊരാൾ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവണം. അത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്ര നേരം അധികം നീട്ടുന്നില്ല. പലരും അദ്ദേഹം പറയാനുണ്ട്, പലരും പറഞ്ഞു കഴിഞ്ഞു. നല്ല വാക്കുകളെ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. ഈ കഥകളി ക്ലബിൻ്റെ സോവനീർ അടക്കമുള്ള പ്രിൻറ്റിങ്ങുകൾ ചെയ്യുന്നത് എൻ്റെ പ്രസ്സിലാണ്. 2011 മുതൽ തിരുമേനിയെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. മുൻ സെക്രട്ടറി ആയിരുന്ന PKP നെടുങ്ങാടിയാണ് എൻ്റെ പ്രസ്സിലേക്ക് ഈ വർക്കും കൊണ്ട് വരുന്നത്. അന്നു മുതൽ തുടങ്ങിയ ബന്ധം ആണ് തിരുമേനിയുമായിട്ട്. ഈ കഴിഞ്ഞ കളിയുടെ കഥാസാരത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സോവനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ജീവനാണ്. അപ്പോൾ ഈ സോവനീർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രൗൺ സൈസ് ബുക്കാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതൊരു A4 ആക്കണം, നല്ല ഭംഗിയുണ്ടാവും. അതങ്ങനെ പറഞ്ഞ് അത് A4ലേക്ക് ആക്കി. ആ വിരോധം എന്നോട് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാഗിൽ കൊള്ളുന്ന ഒരു സൈസാണ് നേരത്തെ കഥകളി ക്ലബ്ബ് ഇറക്കിയിരുന്ന ബുക്ക്. ഇപ്പോൾ അത് ബാഗിൽ കൊള്ളില്ല, അതിന് വേറൊരു സഞ്ചി വേണം. അപ്പോൾ നിരന്തരം പ്രസ്സുമായി ബന്ധപ്പെട്ട് എന്നും വഴക്കാണ്. ദിവസം ഒരു ഫോൺ വരും, അഡ്വക്കേറ്റ് CK ആണ്, അതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ CK എന്ന് കാണാം, ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കില്ല, ചിലപ്പോൾ പിന്നെ എടുക്കും. അപ്പോൾ നിരന്തരം പ്രസ്സുമായി ബന്ധപ്പെട്ട് പണ്ട് കാലത്ത് ഈ കഥകൾ വാട്സപ്പ് ഒന്നും ഇല്ലാത്ത സമയത്ത് എന്നും എഴുതി കൊണ്ടുവരും, അത് പ്രൂഫ് നോക്കും. ഉച്ചയാകുമ്പോൾ ഗുരുസ്വാമി ഗുരുവായൂരിൽ വരും, അദ്ദേഹത്തിൻ്റെ ഭാഗ ഒരു തിരുത്തൽ കഴിയും, പിറ്റേ ദിവസം രാവിലെ CK വീണ്ടും വരും. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, ഇത് എന്താ ചെയ്യേണ്ടത്, എന്താ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഇദ്ദേഹം പറഞ്ഞതാണോ കേൾക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് കേൾക്കേണ്ടത്. പക്ഷേ ആർക്കും ഒരു പരാതിയൊന്നുമില്ല എല്ലാത്തിലും. അതുപോലെ തന്നെ ആ മാഗസിനിലുള്ള ഫോട്ടോകൾ, ആ ഫോട്ടോനൊക്കെ അടിക്കുറിപ്പാണ്. അടിക്കുറിപ്പ് എഴുതുമ്പോൾ അവിടെ ഒരു കഥകളി തന്നെ കാണാം നമുക്ക് പ്രസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇദ്ദേഹം പറയും അത് ചാടുക എന്ന് വയ്ക്കുക, അപ്പോൾ ആൾ സമ്മതിക്കില്ല. ചാടല്ല, ചാടാൻ ഭാവിച്ചു, അതേ വേണ്ടു. അപ്പം അങ്ങനെ നിരന്തരം കഥകളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രസ്സിലായാലും ശരി, ഇപ്പോൾ ചായ കുടിക്കുകയാണെങ്കിൽ സ്റ്റാഫൊക്കെ അവിടെ ചായ ഉണ്ടാക്കും, അദ്ദേഹം അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ച് അങ്ങനെ നിരന്തരം എത്രയോ വഴക്കുകൾ. ഞാൻ വിചാരിക്കും നാളെ തൊട്ട് അദ്ദേഹം വരില്ല എന്നിരിക്കും പ്രസ്സിൽ. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ ബാഗുമായിട്ട് അദ്ദേഹം ബസ് കയറി. ഈ അടുത്ത കാലം വരെ അടുത്താണ് ഓട്ടോറിക്ഷയിൽ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രസ്സുമായി നിരന്തരം ബന്ധവും എന്നെ കഥകളിയിലേക്ക്, നമുക്കും കഥകളിയോടൊരു അടുപ്പം, എൻ്റെ ജോലിക്കാർക്ക് വരെ കഥകളിയോടൊരു അടുപ്പം ഉണ്ടാക്കാൻ അയച്ച ഒരു മഹാനുഭാവനാണ്. അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങളിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കഥകളിയുമായിട്ടുള്ള ബന്ധവും കഥകളിയോടുള്ള അടുപ്പവും അതിൻ്റെ ആത്മാർത്ഥതയും. ഇന്ന് കഥകളിയുടെ ശരിക്കും പറഞ്ഞ ഒരു സുവർണ കാലമാണ്. ശരിക്കും ഈ സുവർണ കാലത്തിന് മുമ്പ് കഥകളി കാണാൻ വളരെ വിരളമായി ആൾക്കാർ വന്നിരുന്നൊരു കാലത്താണ് അദ്ദേഹം, അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ആകത്തുകയായിരിക്കണം ഇന്ന് തൃശ്ശൂർ കഥകളി ക്ലബ്ബിലെ ഓരോ പരിപാടിക്കും
വരുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള വർധന എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ഇപ്പോൾ കഥകളിയെക്കുറിച്ച് ഉള്ള അടുപ്പത്തിലുപരി ഞങ്ങളൊരു ചെറിയൊരു സ്ഥാപനം നടത്തുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഭൂമി ഇടപാടുകളിൽ ഞങ്ങൾ അദ്ദേഹത്തെയാണ് ആശ്രയിക്കാറുള്ളത്. അദ്ദേഹം വളരെ വിശദമായി ഈ ഭൂമി ഇടപാടുകളുടെ പേപ്പറുകൾ ബാക്കി ആര് നോക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ വിശദമായി നോക്കി നമ്മൾ അങ്ങോട്ട് വിളിക്കുകയല്ല ചെയ്യുക. ഓരോ ദിവസവും അല്ലെങ്കിൽ അടുത്ത ദിവസവും നിങ്ങൾ ആ പേപ്പർ കൊണ്ടുവന്നില്ല, ഈ പേപ്പർ കൊണ്ടുവന്നില്ല. അത് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു ശ്രീ CK എന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ പെരുവനംകാർക്ക് കൂടിയൊരു തീരാ നഷ്ടമാണ്. പെരുവനം മഹാദേവ ട്രസ്റ്റിൻ്റെ ഒരു സെക്രട്ടറി കൂടിയായ ഞാൻ പെരുവനം മഹാദേവ ട്രസ്റ്റിന് കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കും തൃശ്ശൂര് അല്ലെങ്കിൽ പെരുവനത്തെ സാംസ്കാരിക സംഘടനകൾക്കും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ ഉണ്ടായ വിടവ് നികത്താൻ സർവേശ്വരൻ പ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സന്തോഷ് അഗവൂർ. ഞാൻ നാരായണേട്ടൻ എന്നാണ് വിളിക്കാറ്, നാരായണ പുരിപ്പാടിനെ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ മരുമകനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് ചിറ്റൂരായിട്ടും അതുപോലെ തന്നെ നാരായണേട്ടനും വാസുവേട്ടനും അവർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും അച്ഛൻ്റെ മരുമക്കളാവുകൊണ്ട് വളരെ അടുപ്പം പുലർത്താനുള്ള ഒരു ഭാഗ്യം. ഇവിടെ പലരും പറഞ്ഞു ചിറ്റൂർ കുഞ്ഞുനമ്പൂരിപ്പാട് അദ്ദേഹം ചെയ്തിട്ടുള്ള ദാനകർമ്മങ്ങൾക്ക് കയ്യും കണക്കില്ല. അന്നത്തെ കാലത്ത് അദ്ദേഹം ഗ്രാമോദ്ധാരണത്തിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 15 ഏക്കറൊക്കെ അദ്ദേഹം ഹൃദയഭാഗത്ത് കൊടുക്കാണ്ടായി. അപ്പം അത്രയും മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് നാരായണേട്ടൻ ജനിച്ചത് എന്നുള്ളതുകൊണ്ട് നാരായണേട്ടനും അതിൻ്റെ ക്വാളിറ്റിയിൽ പലതും കാണാം. സാധാരണ പ്രതിബദ്ധത, ആത്മാർത്ഥത, ദൃഢനിശ്ചയം, നന്മ, ഇതിനോടൊക്കെ ചേർന്നിട്ടൊരു വിവേകം കൂടി ഉണ്ടെങ്കിൽ, വിനയം, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവണത്. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് ഞാൻ ഒരു ബന്ധു എന്നുള്ള നിലയ്ക്ക് പറയുന്നതിൽ എത്തേണ്ട സാങ്കത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ആണ് ഈ തൃശ്ശൂർ കഥകളി ക്ലബ്ബ് തുടങ്ങിയത്. അത് അന്ന് കളികൾ മുഴുവനും മിക്കവാറും റീജിയണൽ തിയേറ്ററിലാവും. അപ്പോൾ അതിൻ്റെ മുൻപിൽ ഇരിക്കുന്ന 2 വ്യക്തികൾ പ്രധാനമായിട്ട് KPC നാരായണൻ പട്ടേരിയും നാരായണേട്ടനുമാണ് മുമ്പിൽ. ഒരു ഡെസ്ക് ഇട്ടുണ്ടാവും, ഒരു 2 കസേര ഉണ്ടാവും, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അംഗത്വം പുതുക്കാനുണ്ടെങ്കിൽ അന്ന് 500 രൂപയേ ഉള്ളൂ ആജീവനാന്ത അംഗം ആവാൻ. അതിന് നിർബന്ധിക്കുകയും ആൾക്കാരെ ചേർക്കുകയൊക്കെ ചെയ്തിരുന്നത് നാരായണേട്ടനാണ് എൻ്റെ ഓർമ്മയിൽ. ഒരുപാട് കഥകളി, നാരായണേട്ടൻ ഇല്ലാത്തൊരു കഥകളി കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല തൃശ്ശൂർ. അപ്പോൾ ഒരു 70കളുടെ അവസാനം 80കളുടെ അവസാനം വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടക്കലിലേക്ക് പോയി. കോട്ടക്കൽ പോയപ്പോൾ നാരായണേട്ടൻ വിളിക്കും ചില ദിവസം. അപ്പോൾ ഈ സോവനീർ ഇറങ്ങാറായാൽ അവിടേക്ക് വരും. നേരിട്ട് വന്നിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് മേടിക്കുക. അപ്പോൾ പിക്കവാരുടെ ഞാൻ 2 മണിക്ക് വരും, ഒന്ന് പറഞ്ഞോളൂ, സെക്രട്ടറിയോടൊന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അത് സെക്രട്ടറിക്ക് വിളിച്ച് പറയും, അദ്ദേഹം അറേഞ്ച് ചെയ്യും. കൃത്യം 2 മണിക്ക് നാരായണേട്ടൻ അവിടെ ഉണ്ടാവും. അത് കാറെടുത്തിട്ടൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ച മാതിരി ബസ്സിൽ കയറിയിട്ടാണ് വരിക. പട്ടേരി ഉണ്ടാവും, അതുപോലെ തന്നെ ജയകുമാർ സാറായിരുന്നു തോന്നുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്നു 90കളുടെ ആദ്യം. പിക്കവർ സാറിൻ്റെ റൂമിൽ കയറാൻ പലപ്പോഴും എനിക്കും ഭാഗ്യം കിട്ടാറുണ്ട് ഇവരുടെ കൂടെ ആവുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് 2015 തോന്നുന്നു ഒരിക്കൽ ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിക്കവർ സാർ എന്നോട് പറഞ്ഞു,
നമ്പൂരിപ്പാടിനെ അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബന്ധുവാണ്, എൻ്റെ അച്ഛൻ്റെ മരുമകനാണ്. അപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ ഒരു ലാൻഡ് ട്രിബ്യൂണൽ എന്തൊരു കേസ്, അത് രക്ഷിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് തീരണതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബന്ധം കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് നാരായണേട്ടൻ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ്. അത് വേറൊരു തെറ്റായ മാർഗത്തിലൂടെ ഒരിക്കലും അദ്ദേഹം സഞ്ചരിക്കില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ അല്പരസം എന്നുള്ളതില്ല, നീരസം എന്നുള്ളതില്ല. ഇന്ന് തെറ്റിപ്പറഞ്ഞ നാളെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം, നമ്മുടെ ആയുർവേദത്തിലും മനുസ്മൃതിയിലൊക്കെ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, പൂർവാഭിഭാഷി സുമുഖ സുശീല കരുണാമൃദു. അത് ഞാൻ 84-ാം പിറന്നാളിന് ഞാൻ കോട്ട് ചെയ്യണ്ടായി. ആദ്യം തന്നെ നാരായണേട്ടനാണ് നമ്മളോട് സംസാരിക്കുക. എന്താ വിശേഷമൊന്നുമില്ല, ചായ കുടിച്ചോ എന്ന് ഇവിടെ നിൽക്കും. ആദ്യം സംസാരിക്കുക സുമുഖനായിട്ടല്ലാണ്ട് ഒരിക്കലും ദുർമുഖനായിട്ട് ഒരാളെയും നാരായണേട്ടൻ ഫേസ് ചെയ്യില്ല. സുശീല, ശീലങ്ങളൊക്കെ നല്ലത്, കരുണ, മൃദു എന്നിവയോട് കൂടിയിട്ട് വേണം ഒരു സമർത്ഥനായ ഒരാൾ ആളുകളോട് പെരുമാറാൻ എന്നുള്ളൊരു ഉപദേശ രൂപമാണ്. ജയ വളരെ സമർത്ഥമായിട്ട് അന്ന് ഈ നാരായണമുദ്ര എന്ന, അത് ശരിക്കും നാരായണേട്ടന് ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്മാരകം അല്ലെങ്കിൽ സ്മരണ നിലനിർത്താൻ വേണ്ടി ഒരു സമ്മാനം കൊടുക്കുക, അത് ഇവരുടെ നിർബന്ധം കൊണ്ടും ഒക്കെയാണ് അവസാനം സംഭവിച്ചത്. ഗോപിയാശാൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്ന് എനിക്ക് അറിയാം. അതിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരായണേട്ടൻ അവിടെ വിതുമ്പുണ്ടായിരുന്നു പലപ്പോഴും. നാരായണേട്ടൻ്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ കളിയുള്ള ദിവസം പിറ്റേ ദിവസം രാവിലെ വന്ന് പാറമേക്കാവിൽ വന്നിട്ട് ബുദ്ധിമുട്ടി എല്ലാ പേപ്പറിൻ്റെയും കട്ടിങ് അദ്ദേഹം വളരെ, ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആദ്യം വരെ അദ്ദേഹത്തിൻ്റെ ഈ പേപ്പർ കട്ടിങ്സിൻ്റെ കോപ്പികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തൃശ്ശൂർ കഥകളി ക്ലബിന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, കഥകളി ക്ലബ്ബ് ഉണ്ടാവുമായിരുന്നു എന്ന് തന്നെ അറിയില്ല അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സർവീസ് ഇല്ലായിരുന്നെങ്കിൽ. അതുപോലെ തന്നെ നമ്പൂരി വിദ്യാലയമൊക്കെ അതെ, ശരിക്ക് ഈ ശ്വാസം മുട്ടണ സമയത്ത് ശ്വാസം നൽകിയത് നാരായണനെ പോലെയുള്ള ആത്മാർത്ഥത ഉള്ള ആൾക്കാരുടെ ഇതാണ്. 100%, 101% ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തി. ബന്ധു എന്നുള്ള നിലയ്ക്കും ശാസനയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പലപ്പോഴും ശാസിക്കാനും അദ്ദേഹം മടിക്കാറില്ല. ഈ വളരെ ചിരിച്ചിട്ടുള്ള മുഖം അല്ലാത്ത മുഖവും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും മനസ്സിൽ വെച്ചിരിക്കണ സമ്പ്രദായം നാരായണൻ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സംശയമില്ല, എനിക്ക് സ്വർഗത്തിൽ തന്നെയാണ് പോവുള്ളൂ, വേറെ എവിടേക്കും പോവില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. മാത്രമല്ല വളരെ സമർത്ഥമായിട്ടുള്ള ഒരു യങ് കോർ ഓഫ് എന്താ പറയുക മെമ്പേഴ്സ്, അങ്ങനെയാണ് ഈ കഥകളി ക്ലബിൻ്റെ പ്രശാന്ത് നയിക്കുന്ന അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. മാത്രമല്ല അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടാണ് നാരായണൻ പോയിട്ടുള്ളത്. അപ്പോൾ അത് ഭാരം കൂടിയും കുറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരുടെക്കും നമസ്കാരം ഒരിക്കൽ കൂടി. ഞാൻ കഥകളി ക്ലബിൻ്റെ ഒരംഗമാണ്. അത് നാരായണേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. പല പ്രാവശ്യം എൻ്റെ ഫാദറിൻ്റെ ഇവിടെ അദ്ദേഹം 96 വയസ്സിലൊരു 5 കൊല്ലം മുമ്പ് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെയും കൊണ്ട് ക്ലബിൻ്റെ ഒരുവിധം എല്ലാ കളികൾക്കും ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ വരികയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് അന്നു മുതലേ അറിയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്പൂരി വിദ്യാലയത്തിൽ ഒരംഗമായി, ഇപ്പോൾ അതിൻ്റെ മാനേജരായിട്ട് ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ 31 കൊല്ലം കൊണ്ട് നടന്നു എന്നുള്ളത് വളരെ പ്രശംസിക്കുക, എന്താ പറയുക, ആദരിക്കുക, എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുമല്ല, എൻ്റെ ഫാദറിൻലോ പറയുമായിരുന്നു, അന്നത്തെ കാലത്ത് അദ്ദേഹം ഈ പൊതു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പം പൈസ ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് പൈസ ഇല്ല, ഒരു 70-75. അപ്പോൾ ചിറ്റൂർക്ക് പോയാൽ മതി, അവിടെ ചെന്നാൽ കാശ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവർ പോയി ചിറ്റൂർ പോയി കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഈ കുടുംബത്തോടൊരു ആദരവ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ കൃഷ്ണേട്ടൻ്റെ അയൽവക്കത്ത് ഞാൻ കുറേ കാലം താമസിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഈ വിദ്യാലയത്തിൽ വന്നത്. പിന്നെ വിദ്യാലയത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ കുറേ കഴിയുമ്പോഴും ഞാനിങ്ങനെ അവിടെ ഇരിക്കും. അപ്പം ഇടത്തി കാപ്പി കൊണ്ട് തരും. ഇപ്പോൾ ആർക്കായാലും നമുക്കൊരു നല്ല രീതിയിൽ പോകണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് അതില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പല പ്രസ്ഥാനങ്ങൾക്കും നമ്മൾ പോകുമ്പോഴും
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എടുത്തി കാപ്പി കൊണ്ടുവരും. ഈ കാപ്പി കിട്ടിയിട്ടേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാപ്പി കുടിക്കാതെ പോണത് ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പഴയ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. വിദ്യാലയത്തിൻ്റെ പേരിലും PNY സഭയിലെ ഒരു ഡയറക്ടറാണ് ഞാൻ. സഭയുടെ പേരിലും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു, അദ്ദേഹത്തിനെ നമിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ കഥകളി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. യോഗക്ഷേമം ലോൺസ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരുമേനിയായിട്ടുള്ള ബന്ധം ഒരു 10 വർഷമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അത് വളരെ രസകരമായൊരു ബന്ധമാണ്. ഒരു ദിവസം ഒരു 10 വർഷം മുമ്പ് ഞാൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് വരണേ, കഥകളി ഇങ്ങനെ സുവനീറിലൊരു അഡ്വർടൈസ്മെൻറ്റ് വേണം, തിരുമേനി ഇരിക്കുമോ എന്ന് പറഞ്ഞു. എന്തായതാ? അപ്പോൾ ഇങ്ങനെ ഒരാളാണ് കയറി വരുന്നതെന്ന് നമുക്കറിയില്ല. ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ചിറ്റൂർ മനക്കിലാണെന്നൊക്കെ അറിയണത് തന്നെ. അത്രയും സിമ്പിളായിട്ട് ഒരു നിറഞ്ഞ ചിരിയോടുകൂടി വരും. ഞാൻ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ പലപ്പോഴും ചിലരോട് പറയാറുണ്ട്, ഇതേമാതിരി പരസ്യം വാങ്ങിക്കാനായിട്ട് ചില കഴിവുകൾ വേണം ആൾക്കാർക്ക്. അങ്ങനെ ഉണ്ടായിരുന്നൊരു കഴിവുണ്ടായിരുന്നു മഹാദേവൻ, മുംബൈ RSSൻ്റെയൊക്കെ നടന്നിരുന്നത്. അദ്ദേഹം ഇതേമാതിരി എല്ലാ സ്ഥാപനത്തിലും പോയിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കഥകളി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഥകളി ക്ലബ്ബ് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ അദ്ദേഹം തന്നെ. ഇപ്പോൾ പൈസ പിരിക്കുന്നു അദ്ദേഹം തന്നെ, അതിലെന്ത് കണ്ടൻറ്റ് വേണം നിശ്ചയിക്കുന്നത് തന്നെ, അതിൻ്റെ എഡിറ്റിങ്ങും അദ്ദേഹം തന്നെ. ഇപ്പോൾ നന്ദകുമാർ പറഞ്ഞ മാതിരി എല്ലാം അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇതേ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വിജയകുമാർ സാർ അപ്പുറത്തിരിക്കേണ്ടാവും, ഞാനിപ്പുറത്തിരിക്കേണ്ടാവും, അതിൻ്റെ ഇടയിലുള്ള സീറ്റിലാണ് എല്ലാ തവണയും മീറ്റിങ്ങിന് വന്നിരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച പിരിഞ്ഞ് പോകുമ്പോൾ എന്താ അറിയില്ല, ഒരു മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇറയത്ത് നിൽക്കുക നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ. തിരിഞ്ഞ് നിന്ന് അദ്ദേഹം എന്നെ നോക്കിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കണു, അതോ മീറ്റിംഗ് സ്ഥലത്തേക്ക് നോക്കിയിട്ടാണെന്ന് ഒരു ചിരി ചിരിച്ചു. ആ ചിരിയാണ് ലാസ്റ്റ് ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മളിത് കേൾക്കുന്നത്. അത് എത്ര പറയുക, നമുക്ക് വളരെയധികം ഒരു ദൈവികത തോന്നിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ നല്ലത് മാത്രമേ ഇതുള്ളൂ. ഒരു കഥകളി നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയിട്ട് ആത്യന്തികമായിട്ട് വിശദീകരിക്കും. നമുക്കത് അതിനെപ്പറ്റിയുള്ളൊരു വിശദീകരണം ഉണ്ടാവും. അതിന് നല്ലതും ചീത്തയൊക്കെ പറയും, എന്നിട്ട് അവസാനം എല്ലാവരും പുകഴ്ത്തി പറയും. അങ്ങനെ ഒരു പ്രകൃതം, വളരെ എന്താ പറയുക, ഒരു നിസ്വാർത്ഥനായ ഒരു കഥകളിയുടെ സേവകൻ. അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടത് കഥകളി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും. വ്യക്തിപരമായിട്ട് എനിക്ക് എന്തോ ആ നോട്ടം എനിക്കിപ്പോഴും ഒരു, ഞാൻ എന്നെയാണെന്ന് വിചാരിച്ചത്, ചിലപ്പോൾ ആ സീറ്റിനെ നോക്കിയിട്ടായിരിക്കാം അദ്ദേഹം. എന്തായാലും ഞാനും തിരിച്ചൊന്ന് ചിരിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ കാറിൽ കയറിപ്പോയി അദ്ദേഹം. പിന്നെയാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് R. നാരായണൻ, ഗുരുവായൂരുന്നവരാണ്. ഞാൻ കഥകളി ക്ലബിൻ്റെ ഒരു ആജീവനാന്ത മെമ്പറാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരന്, ധർമ്മപുത്രർക്ക് അജാത ശത്രു എന്നൊരു പേരും കൂടിയുണ്ട്. അതായത് ശത്രു ജനിച്ചിട്ടില്ല. എനിക്ക് ഏതാണ്ടൊരു ലക്ഷണം തോന്നിയതാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആവുകൊണ്ട് അദ്ദേഹത്തിന് എതിർകക്ഷികളുണ്ടാവാം, പക്ഷേ എതിരാളികളുണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ആ ഒരു മന്ദസ്മിതവും ആ വിനയവും കൂടി കലർന്നിട്ടുള്ളൊരു ശൈലി. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഒരു 50 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏതാണ്ട് കൃത്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ 1972 സെപ്റ്റംബർ 23 അന്നൊക്കെ റിജിൽ തിയേറ്ററിലാണ് സ്ഥിരമായിട്ട് കളി. അപ്പോൾ അവിടെ വന്ന് ഒരു പുതിയ കഥയായിരുന്നു, സതി സുലോചന. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നപ്പോൾ അതിന് കൂടെ 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു.
ആദ്യത്തെ രംഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിലൊരു അന്നൊരു ബൂത്ത് പോലെ ഒരു ചായ, അവിടെ ചായ കഴിച്ച്, അപ്പോൾ അതിലൊരാൾക്ക് പോവാൻ ധൃതിയുണ്ട്, പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ, അപ്പോൾ എനിക്ക് മുഴുവൻ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അന്ന് ഞാൻ അദ്ദേഹമായിട്ട് യാതൊരു പരിചയമില്ല, കണ്ടിട്ടുണ്ട്, ആരാ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നു, ആ ഗേറ്റ് അടച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, അകത്ത് പോയിരിക്കുമെന്ന് പറഞ്ഞു. ഒരു ലേശം ഗൗരവത്തിലാണ് പറഞ്ഞത്. ഞാൻ എന്താണോ വിചാരിച്ചത്, അദ്ദേഹത്തിനോട് മറിച്ച് ചോദിക്കാനും തോന്നിയില്ല. ഞങ്ങളെ മാത്രമല്ല, അവിടെ നിന്നിരുന്നവരൊക്കെ അകത്തേക്ക് പിടിച്ച് അകത്തേക്കാക്കാൻ പറഞ്ഞു. എല്ലാവരും അകത്ത് പോയിരുന്നു. എനിക്ക് എന്താണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ആകാംക്ഷ, കുറേ കഴിഞ്ഞ് പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ റോഡൊക്കെ വിജനാണ്, പോലീസ് ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയ്ക്കുമ്പോൾ പായുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അന്നാണ് സഖാവ് അഴീക്കോടൻ രാഘവനെ വെട്ടിക്കൊന്ന ദിവസം. പിന്നെ എങ്ങനെയാണ് കളി കഴിഞ്ഞ് ഗുരുവായൂർക്ക് എത്തിയെന്ന് വെച്ചില്ല. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം കണ്ട ഒരു പരിചയം നടക്കും ഈ പറഞ്ഞ പോലെ ആയി. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴും കളിക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹം ഇതുപോലെ ഇവിടെ കളി നടക്കുമ്പോഴാണ്, ഞാൻ ഏതാണ്ട് മുന്നിൽ ഭാഗത്താണ് ഇരിക്കാറ്, അപ്പോൾ അവിടെ കളി ആസ്വദിക്കും. അന്ന് ഈ കളിക്കൊക്കെ തത്സമയ വിവരണം നടത്തിയിരുന്ന KPC മാഷാണ്. ഒരു കളിക്ക് അദ്ദേഹം എത്തിയിട്ടില്ല, വരാൻ വൈകി തോന്നുന്നു. ഇദ്ദേഹം ആ ആട്ടത്തിന് വട്ടം തട്ടിക്കഴിഞ്ഞു, അവർ ആട്ടം തുടങ്ങി. ഇദ്ദേഹം മൈക്കുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ തുറന്ന് പറഞ്ഞോളൂ പറഞ്ഞു. ഞാനാകെ അന്താളിച്ചു. എനിക്കിപ്പോൾ ഇത് കളി കാണാൻ ഇഷ്ടമുണ്ടെന്നല്ലാണ്ട് പറയാനൊന്നും ഒട്ടും ആയിട്ടില്ല, പല ഇതും അറിയുന്നതന്നില്ല. അല്ല ധൈര്യമായിട്ട് പറയൂ, സാരല്ല എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഒരു പ്രചോദനം ഒക്കെ തന്ന അദ്ദേഹമാണ്. അങ്ങനെ തെറ്റിയിട്ടൊക്കെ ആവും, എന്തായാലും കുറേ അങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ KPC മാഷ് വന്നെൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ മൈക്ക് അദ്ദേഹത്തിൻ്റെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല താൻ പറഞ്ഞാൽ ശരിയാവും, കുഴപ്പമില്ല. അന്ന് എനിക്ക് ചില മുദ്രകളൊക്കെ അറിയുമായിരുന്നില്ല. ഈ എന്നാൽ അതുകൊണ്ട് എന്നുള്ളത് തമ്മിൽ മാറും. അതുപോലെ വൈശ്രവണൻ വിഷ്ണു എന്നൊക്കെ തമ്മിൽ മാറും. എന്തായാലും അദ്ദേഹം അത് കുറേ പറഞ്ഞ് ശരിയാക്കി തന്നു. അത് ആ ഒരു നിയോഗം പോലെ ആയിരിക്കാം അതൊന്ന് തുടർന്ന് വരുന്നുണ്ട്. അതിനൊരു പ്രചോദനം കിട്ടിയത് നമ്മുടെ നാരായണമ്പുരിപ്പാടാണ്. പിന്നീട് ഈ കഥകളി ക്ലബിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആവണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർബന്ധിച്ച് അദ്ദേഹം തന്നെ ഫോമിൽ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് അതിൽ എക്സിക്യൂട്ടീവിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചത്. അക്കാലത്തും പ്രതിമാസ പരിപാടികളുടെ ഈ രംഗസാരം തയ്യാറാക്കാൻ നേരത്തെ നന്ദൻ പറഞ്ഞ പോലെ പ്രസ്സിൽ പോയിരുന്ന് അദ്ദേഹം കൂടെ വരും, ഞങ്ങൾ അത് തയ്യാറാക്കും. സോവനീറിൻ്റെ ആയാലും അതെ, വളരെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അതെങ്ങനെയാണോ വേണ്ടത്. പിന്നെ അത് അദ്ദേഹം ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും, അതേപോലെ തന്നെ അതാവും ശരി. അങ്ങനെ അദ്ദേഹം അത് ഗൈഡൻസ് തന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പെട്ടെന്നുണ്ടായ ആകസ്മികമായ ഇത് കണ്ടപ്പോൾ നമുക്ക് എത്ര കാലം അദ്ദേഹം ജീവിച്ചിരുന്നാലും നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ഈശ്വര നിയോഗം ഉണ്ടാവാം. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു ഷോക്ക്. അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. എനിക്കിപ്പോൾ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, അദ്ദേഹം നേരത്തെ പറഞ്ഞു നാരായണമുദ്ര എന്നുള്ളൊരു അവാർഡ് അദ്ദേഹം തുടങ്ങി വച്ചിട്ടുണ്ട്. അത് ഒന്നുകിൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ക്ലബ്ബ് അത് തുടരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം, തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ എല്ലാ രേഖകളും അദ്ദേഹം തുടക്കം മുതൽക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് തുടർന്ന് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ചെയ്യണം. പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മകള് അത് ഏറ്റെടുത്ത് ഒരു നിയോഗം പോലെ അത് ചെയ്യണമെന്നാണ് ഒരു അഭ്യർത്ഥന. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നതല്ല. അദ്ദേഹത്തെപ്പറ്റി ഒത്തിരി ദീപ്തമായ ഓർമ്മകൾ ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഇപ്പോൾ ഗുരു സ്വാമി പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തെ പറ്റി വളരെയധികം മണിക്കൂറുകളോളം സംസാരിക്കാനായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, അനുഭവങ്ങളുണ്ടാവും. എല്ലാം വളരെ നല്ല അനുഭവങ്ങളായിരിക്കുമെന്നും എനിക്കറിയാം. അദ്ദേഹത്തിന് ചുണ്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതൊക്കെ നൈമിഷികമാണ്, അതില്ലാത്ത മനുഷ്യരുമില്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വലിയ പ്രതിസന്ധിയിലാക്കപ്പെട്ടപ്പോൾ, അതായത് പാർവതി നെന്മിനിമംഗലത്തിനെ പറ്റി ഒരു പുസ്തകം എന്നോട് സാഹിത്യ അക്കാദമി പറഞ്ഞിട്ട് ഞാനത് 1-2 വർഷത്തേക്ക് അത് മാറ്റിവെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്താണ്, കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും ഇത്രമാത്രം പ്രയത്നിച്ച ഒരു മഹിളയെപ്പറ്റി പഠിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കാര്യമായിട്ട് ഒരു ഡേറ്റയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സമയത്താണ് ഞാൻ അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിനോട് എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം. അങ്ങനെ അദ്ദേഹം ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നു. പക്ഷേ എന്നിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്കുള്ള എൻ്റെ പ്രധാനപ്പെട്ട അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്തുമാത്രം ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വാസ്തവത്തിൽ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെയും കൂടി ആത്മകഥ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണേലും നമുക്കെല്ലാവർക്കും കൂടെ കൂടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അഭ്യർത്ഥന. രണ്ടാമതായിട്ട് അദ്ദേഹത്തെപ്പറ്റി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെപ്പറ്റി എന്തെല്ലാം, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അദ്ദേഹത്തിൻ്റെ സമദർശനം, ഈ വക കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ഒരു നല്ല ഒരു സ്മരണിക, അത് പിന്നെ ഒരിക്കൽ ഇങ്ങനെ നമുക്ക് ഈ കഥകളിക്ക് ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തോട് തമാശയ്ക്ക് പറഞ്ഞു, തിരുമേനിക്ക് നീ കളി കാണാനായിട്ട് വളരെ തൊട്ടടുത്തോട്ട്, ഇതുവരെ ഇപ്പം ടൗണിലോട്ട് വന്നിട്ടല്ലേ, അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്, ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 വർഷത്തിനുള്ളിൽ അതൊക്കെ യാഥാർത്ഥ്യമാവും. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശ്രീമതിക്കും ഒക്കെ വന്ന് കാണാനായിട്ട് അതിന് സാധിക്കണം. ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വിധി ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയെ നിലനിർത്താനായിട്ട് നമുക്ക് സ്ഥായിയായിട്ട് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.